കൂട്ടുകാരെ, മല്ലൂഫ്ലിക്സിൻ്റെ മറ്റൊരു എക്സ്പ്ലനേഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത് വാൻഡാവിഷൻ്റെ ഫസ്റ്റ് സീസണിൻ്റെ എൻഡിങ് എക്സ്പ്ലനേഷൻ ആണ്. നിങ്ങൾ ആദ്യം തന്നെ ഒരു കാര്യം ചെയ്യേണ്ടത്, എന്താണ് നിങ്ങൾക്ക് സീസൺ ഫിനാലെ കണ്ടപ്പോൾ തോന്നിയ കാര്യം? നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്ത പോലെ ആയിരുന്നോ? ഡോക്ടർ സ്ട്രേഞ്ചും വന്നില്ല, എക്സ്മെനും വന്നില്ല, മെഫിസ്റ്റോവും വന്നില്ല, ഒരാളും വരാത്തൊരു എപ്പിസോഡായിരുന്നു ഫിനാലെ. അതുകൊണ്ട് തന്നെ സീസൺ ഫിനാലേൻ്റെ നിങ്ങളുടെ അഭിപ്രായം ആദ്യം തന്നെ ഇവിടെ താഴെ കമൻറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. നിങ്ങളുടെ ഓരോരുത്തരുടെയും റിയാക്ഷൻ ഞങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. ആവശ്യമില്ലാത്ത ഒരു കാര്യങ്ങളും പറഞ്ഞ സമയം കളയുന്നില്ല, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അമിത പ്രതീക്ഷയുടെ ഭാരവുമായിട്ടായിരുന്നു എല്ലാവരും ഫിനാലെ കണ്ടത്. ഇപ്പോൾ വരും എന്ന് പറഞ്ഞ് കാത്തിരുന്നു, ആരും വന്നില്ല. പക്ഷെ ഇവിടെ നമ്മൾ കാണേണ്ടത് ആരും വരാതെ തന്നെ വളരെ ഒരു ഇമോഷണൽ ആയിട്ടുള്ളൊരു സീസൺ ഫിനാലെ ആയിരുന്നു. അത് കൂടാതെ തന്നെ മാർവലിൻ്റെ അടുത്ത സിനിമകൾക്കുള്ള വലിയൊരു ഇൻട്രൊഡക്ഷൻ കൂടിയായിരുന്നു ഇത്. ഒന്ന് ഡോക്ടർ സ്ട്രേഞ്ചിൻ്റെ സെക്കൻഡ് പാർട്ടും ഇത് പിന്നെ അടുത്ത സ്പൈഡർമാൻ സിനിമയുടെയും എല്ലാം തന്നെ വലിയൊരു ഇൻട്രൊഡക്ഷൻ ഇതിലുണ്ടായിരുന്നു. അപ്പോൾ അതെന്തൊക്കെയായിരുന്നു എന്നും പിന്നെ ഇവിടെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. ഒരു വലിയൊരു വില്ലനെ, അതായത് നമ്മുടെ ഈ താനോസൊക്കെ പോലത്തെ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന വലിയൊരു വില്ലനെ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. നേരത്തെ ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ തന്നതാണ്, പക്ഷെ അതിൻ്റെ ഒരു കൺഫേംഡ് ആയിട്ടുള്ളൊരു ഇൻഫർമേഷൻ ഇവിടെ വെച്ച് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ അവഞ്ചേഴ്സൊക്കെ എല്ലാവരും കൂടെ ഫൈറ്റ് ചെയ്യാൻ പോകുന്ന അവഞ്ചേഴ്സ് സിനിമകളിലൊക്കെ ഇനി വരാൻ സാധ്യതയുള്ള ഒരു വില്ലനെ നമ്മൾ ഇവിടെ വെച്ച് കാണുകയാണ്, അല്ലെങ്കിൽ പരിചയപ്പെടുകയാണ്. കാണുന്നില്ല, പരിചയപ്പെടുന്നേ ഉള്ളൂ. പോസ്റ്റ് ക്രെഡിറ്റ്സ് സീനും മിഡ് ക്രെഡിറ്റ്സ് സീനും എല്ലാം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം ഇത്രയും നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതുമായിട്ട് വലിയൊരു ബന്ധമുണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇതുകൂടാതെ സ്റ്റോറി ബ്രേക്ക് ഡൗണും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഈ ടൈം സ്റ്റാമ്പ്സ് നമ്മൾ ഈ ഡിസ്ക്രിപ്ഷനിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ചെക്ക് ചെയ്യുമല്ലോ, കാരണം ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇനി വരുന്ന എല്ലാ MCU പ്രൊജക്ട്സിലും. ആദ്യം നമ്മുടെ സ്റ്റോറിയിലേക്ക് കിടക്കാം. സ്റ്റോറി വളരെ സിമ്പിളാണ്. നമ്മൾ പ്രഡിക്റ്റ് ചെയ്ത പോലെ തന്നെ വൈറ്റ് വിഷനും ഹെക്സിലെ വിഷനും കൂടി ഫൈറ്റ് ചെയ്യുന്നു. അതേപോലെ തന്നെ വാൻഡയും അഗത്തയും കൂടി ഫൈറ്റ് ചെയ്യുന്നു. വാൻഡയും അഗത്തയുടെ ഫൈറ്റ് തന്നെ എടുക്കാം. അഗത്തയുടെ ഒരു മെയിൻ സ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടതാണ്, എല്ലാ വിച്ചസിന്റെ പവേഴ്സും സക്ക് ചെയ്ത് എടുക്കാൻ പറ്റും. അതേപോലെ തന്നെ വാൻഡയുടെ പവേഴ്സ് ഒക്കെ എടുക്കാൻ നോക്കുന്നുണ്ട് ഇവിടെ വെച്ച് അഗത്ത. പിന്നെ ഇവിടെ വെച്ച് അഗത്ത വേറൊരു കാര്യം ചെയ്യുന്നത്, വാൻഡ അത്ര വലിയ ഹീറോ ഒന്നും അല്ല, നീ ഈ ഹെക്സിലെ ആൾക്കാരിനെയൊക്കെ ഇവിടെ പിടിച്ച് ഇട്ടിരിക്കുകയല്ലേ എന്നൊക്കെ പറഞ്ഞ് ഒരു ഇമോഷണൽ ബ്ലാക്ക് മെയിൽ ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അഗത്ത പറയുന്നത്, നിന്റെ പവേഴ്സ് ഒക്കെ എനിക്ക് തരൂ, നീ ഈ ഹെക്സിൽ തന്നെ ജീവിച്ചോ നിന്റെ ഫാമിലിൻ്റെ ഒപ്പം എന്ന് പറയുന്നുണ്ട്. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. പക്ഷെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം അകത്ത് ഇവിടെ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതെന്താന്ന് നമുക്ക് നോക്കാം. നമ്മൾ നേരത്തെ ഡാർക്ക് ഹോൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബുക്കിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് വീഡിയോയിൽ. അതായത് ഡോക്ടർ സ്ട്രേഞ്ചും വാൻഡാവിഷനുമായിട്ടുള്ള ഒരു ബന്ധം ഈ ഒരു ബുക്ക് വഴിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഡോക്ടർ സ്ട്രേഞ്ചിന്റെ ആ സിനിമയിൽ ആ മിസ്സിംഗ് ആയിരിക്കുന്ന ബുക്ക്. അപ്പൊ ആ ബുക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മാർവൽ കോമിക്സിൽ ഈ ഗോഡ് ഓഫ് കെയോസ് എന്ന് വിളിക്കുന്ന കാത്തോൺ എന്ന പേരുള്ള ഒരു വലിയൊരു സൂപ്പർ വില്ലൻ ഉണ്ട്. ആ വില്ലന്റെ എല്ലാ ശക്തികളെ കുറിച്ചും ഈ കെയോസ് മാജിക്കിനെ കുറിച്ചും അങ്ങനെ എഴുതി വെച്ചിരിക്കുന്ന ഒരു ഈവിൾ ബുക്കാണ് ഈ ഡാർക്ക് ഹോൾഡ് എന്നുള്ളത്. അപ്പൊ ഈ കാത്തോന്റെ എന്തോ ഒരു വലിയൊരു ഈവിൾ പ്ലാന് വരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ആയിട്ടാണ് ഈ വാൻഡാവിഷനിൽ വരുന്നത്. എങ്ങനെയായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ നമുക്ക് ഓർമ്മയുണ്ട്, അതായത് അകത്തന്നെ ഈ വിച്ചസ് ഒക്കെ കൂടി പ്രോസിക്യൂട്ട് ചെയ്യുമ്പോൾ അവർ പറയുന്നുണ്ട്, നീ ഒരുപാട് ഡാർക്ക് മാജിക് ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, അപ്പോൾ അതൊക്കെ ഫോർബിഡൻ ആണ് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യവും അത് പിന്നെ ഇവിടെ വെച്ചിട്ട് അകത്ത വാൻഡയോട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന കാര്യങ്ങളും ഇത്രയും ഈവിൾ ബുക്കിൽ നിന്നെ കുറിച്ച് പറയുന്നുണ്ട്. ഈ വേൾഡ് ഒക്കെ ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരാളാണ് ഈ വാൻഡ, അതായത് ഈ സ്കാർലറ്റ് വിച്ചിന്റെ ഒരു മെയിൻ എയിം എന്ന് പറഞ്ഞാൽ തന്നെ ഈ വേൾഡിനൊക്കെ ഡിസ്ട്രോയ് ചെയ്യാനാണ് ആക്ച്വലി. പക്ഷെ ഈ കാര്യങ്ങളൊന്നും വാൻഡയ്ക്ക് അറിയുന്നില്ല. ഇതൊക്കെ അകത്ത പറയുമ്പോഴേ അറിയുന്നുള്ളൂ. സ്കാർലറ്റ് വിച്ചാണെന്നുള്ള കാര്യം പോലും ഈ അവസാനമാണ് വാൻഡ തന്നെ അറിഞ്ഞത്. അപ്പൊ മല്ലൂഫ്ലിക്സിന്റെ ഒരു ഫാൻ തിയറി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി MCUവിൽ വരുന്ന ഏറ്റവും വലിയൊരു വില്ലനായിരിക്കും. അപ്പൊ ഈ താനോസ് ഒക്കെ ഉണ്ടാക്കി ഒരു ഇമ്പാക്ട് തരാൻ വേണ്ടിയിട്ട് താനോസിനെക്കാളും വലിയൊരു വില്ലനെ കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട്. അപ്പൊ അത് തന്നെ ആയിരിക്കും ഈ കാത്തോൺ എന്നുള്ള ഈ സൂപ്പർ വില്ലനെ കൊണ്ട് MCU ഉദ്ദേശിക്കുന്നത്. ഈ ഗോഡ് ഓഫ് കെയോസ് എന്നാണ് ഈ വില്ലനെ അറിയപ്പെടുന്നത്. ആ വില്ലൻ എഴുതിയ ബുക്കാണ് ഈ ഡാർക്ക് ഹോൾഡ്. അതിൽ പറയുന്ന കാര്യമാണ് വാൻഡ ഈ വേൾഡ് ഒക്കെ ഡിസ്ട്രോയ് ചെയ്യാൻ വന്ന ഈ സ്കാർലറ്റ് വിച്ചാണെന്നുള്ള കാര്യം. ഇത് നമുക്ക് നമ്മുടെ രണ്ട് വിഷൻസിന്റെ ആ ഫൈറ്റിലേക്ക് പോവാം. അവിടെ എന്താണ് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം കുറെ ഫൈറ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് ഇവര് ചെയ്യുന്നത് വളരെ സൈക്കോളജിക്കൽ ആയിട്ട് ഒരു കോൺവെർസേഷൻ നടത്തുന്നുണ്ട് ഇവർ രണ്ടുപേരും കൂടെ. അതിലെന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ആക്ച്വൽ വിഷനെ കൊല്ലാനാണ് ഈ
വൈറ്റ് വിഷനെ ഏൽപ്പിച്ചിരിക്കുന്നത്. എന്നാൽ ഇത് ആക്ച്വൽ വിഷൻ അല്ലല്ലോ, ഇത് വാൻഡ ഉണ്ടാക്കിയ ഈ ഹെക്സിന്റെ അകത്തുള്ള വിഷൻ അല്ലേ. അപ്പം ആ കാര്യം ഇവിടെ വെച്ച് വിഷൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് വൈറ്റ് വിഷന്. വൈറ്റ് വിഷൻ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു പെർഫെക്റ്റ് റോബോട്ട് പോലെയാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. അപ്പം ഈ ഒരു ലോജിക്കായിട്ടുള്ള റീസൺ കൊടുത്തപ്പോൾ വൈറ്റ് വിഷൻ ഫൈറ്റ് ഒക്കെ സ്റ്റോപ്പ് ചെയ്തിട്ട് ഒരൊറ്റ പോക്കാണ്, എങ്ങോട്ടാണെന്നൊന്നും ഒരു പിടുത്തമില്ല, ഒരൊറ്റ പോക്ക് അങ്ങോട്ട് പോകുന്നു. ഇനി നമ്മുടെ മെയിൻ ഒരു സംശയം ഉണ്ടായിരുന്നു, ആരാണ് ഈ പിയട്രോ, അതായത് ഈ എക്സ്മെനിൽ നിന്ന് വന്ന ഈ ക്വിക്സിൽവർ ഉണ്ടല്ലോ, അപ്പോൾ അത് എങ്ങനെ ഇവിടെ എത്തി എന്നുള്ളൊരു കാര്യം എല്ലാവർക്കും ഇത് ഓർമ്മയുണ്ടോ എന്നറിയില്ല. ആദ്യം മുതലേ അഗത്ത, അതായത് ആഗ്നസ്, ഒരു ഭർത്താവിനെ കുറിച്ച് പറയുന്നുണ്ട്, റാൽഫ് എന്ന് പേരുള്ള ഒരാൾ. ആദ്യത്തെ 2-3 എപ്പിസോഡുകളിലാണ് അത് ഒരുപാട് പറയുന്നത്. റാൽഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭർത്താവ് ഉണ്ടെന്നും റാൽഫ് അങ്ങനെയാണ്, റാൽഫ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ വെച്ചിട്ട് മോണിക്കനെ ആക്ച്വലി ഈ പിയട്രോ ഇവിടെ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ മോണിക്ക ഒരു കാര്യം ഇവിടെ വെച്ച് കണ്ടുപിടിക്കുന്നത്, ആക്ച്വലി ഇത് പിയട്രോ അല്ല, ഇത് ക്വിക്സിൽവറോ അല്ല, ഇത് ആരും അല്ല, റാൽഫ് ബോണർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധാരണക്കാരനാണ് ഇയാളിനെ അകത്ത് എങ്ങനെയൊക്കെയോ പിടിച്ചുകൊണ്ട് ഇവിടെ കൊണ്ട് വന്നതാണ്. ഇയാൾക്ക് ഈ ക്വിക്സിൽവറും ഈ പിയട്രോ ആയിട്ട് ഒരു രൂപസാദൃശ്യം ഉള്ളത് കൊണ്ടായിരിക്കണം ഇയാളെ തന്നെ ഇവിടെ കൊണ്ട് പിടിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇയാളിനെ ആ ഒരു സ്പെല്ലിൽ നിന്നൊക്കെ മോണിക്ക രക്ഷപ്പെടുത്തുന്നുണ്ട്. മോണിക്കൻ്റെ പവേഴ്സ് എന്താണെന്ന് നമുക്കും ഇതുവരെ ഒരു ഐഡിയ ഇല്ല, മോണിക്കയ്ക്കും അതിനെക്കുറിച്ച് വലിയ പിടുത്തമില്ല, ആർക്കും ഇതിനെക്കുറിച്ച് ഇപ്പോൾ ഒരു ഐഡിയ ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹേവാർഡ് ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഷൂട്ട് ചെയ്യുമ്പോഴൊക്കെ ബുള്ളറ്റ്സ് ഒക്കെ മോണിക്കേൻ്റെ ഉള്ളിലൂടെ പോയി അപ്പുറത്ത് വരുന്നുണ്ട്, ഒരു പ്രശ്നമില്ലാതെ തന്നെ. അതേപോലെ തന്നെ വാൻഡയുടെ ആ ഇരട്ട കുട്ടികളുണ്ടല്ലോ, വിക്കനും സ്പീഡും, അവരുടെ ഒരു സൂപ്പർ പവേഴ്സും ഇവിടെ വെച്ച് കാണിക്കുന്നുണ്ട്. ഈ സോഡിലെ സോൾജേഴ്സ് ഒക്കെ ഫൈറ്റ് ചെയ്യാൻ വരുമ്പോൾ അവരുടെ സൂപ്പർ പവേഴ്സും ഇവിടെ വെച്ച് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ വാൻഡ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഈ അകത്തന്നെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഏജ് ഓഫ് അൾട്രോണിലെ എല്ലാ അവഞ്ചേഴ്സിനും ചെയ്ത പോലെ ഈ ഡാർക്ക് സ്വപ്നങ്ങൾക്കൊക്കെ കൊണ്ടുപോകുന്നുണ്ട് അകത്തന്നെ. അതായത് ആ ഒരു വിച്ചസിനൊക്കെ പ്രോസിക്യൂട്ട് ചെയ്ത ആ ഒരു സ്ഥലം ഉണ്ടല്ലോ, അങ്ങോട്ടൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. ആ പ്ലാനും പാളുന്നു. ഈ ഡാർക്ക് ഹോൾഡ് ബുക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കാണ് അകത്ത് ഈ കാര്യം മെൻഷൻ ചെയ്യുന്നത്. അതായത് ഈ ഡോക്ടർ സ്ട്രേഞ്ചിനെ കുറിച്ച് ഇവിടെ വെച്ച് പറയുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സോസറസ് സുപ്രീം ഉണ്ടല്ലോ, ഈ സോസറസ് സുപ്രീമിനെക്കാട്ടിയും പവർഫുൾ ആണ് നീ, അതായത് വാൻഡയോടാണ് ഇത് പറയുന്നത്. ആക്ച്വലി വാൻഡ ഈ സോസറസ് സുപ്രീമിനെക്കാളും പവർഫുൾ ആണ് എന്നാണ് ഇവിടെ വെച്ച് പറയുന്നത്. അപ്പം അങ്ങനെ ഡോക്ടർ സ്ട്രേഞ്ചിൻ്റെ ക്യാമിയോ ഗസ്റ്റ് റോൾ ഒന്നും വന്നില്ലെങ്കിലും ഒരു പേര് ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. ആദ്യമായിട്ട് അകത്തെയാണ് അത് ചെയ്യുന്നത്. വാൻഡയുടെ ചില പാളിപ്പോയ പ്ലാൻസ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ഇമോഷണൽ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുണ്ട് അകത്ത വാൻഡനെ. അതായത് ഒരു ഹീറോവും ആൾക്കാരനെ ഇത്ര ഉപദ്രവിക്കില്ല, ഇത്രയും ആൾക്കാരെ നീ ഇവിടെ പിടിച്ചിട്ടിരിക്കുകയല്ലേ, ഏത് ഹീറോ ആണ് അങ്ങനെ ചെയ്യുക, ഏത് സൂപ്പർ ഹീറോ ആണ് അങ്ങനെ ചെയ്യുക എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. അപ്പം അത് വാൻഡയ്ക്ക് ശരിക്കും ഒരു ഷോക്ക് ആവുന്നുണ്ട്. എന്നിട്ട് ഈ ഹെക്സ് ഓപ്പൺ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് വാൻഡ. അങ്ങനെ ഓപ്പൺ ചെയ്യാൻ നോക്കുമ്പോൾ എന്താണ് ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇരട്ട കുട്ടികളും അതായത് നമ്മുടെ ബില്ലിയും ഈ ടോമിയും ഈ വിഷനും എല്ലാവരും തന്നെ മാഞ്ഞു പോകുന്നുണ്ട്. ആദ്യം ഈ വിഷൻ ഹെക്സിന്റെ പുറത്തേക്ക് കടക്കാൻ നോക്കിയപ്പോൾ മാഞ്ഞു പോയില്ലേ, അതേപോലെ തന്നെ മാഞ്ഞു പോകുന്നുണ്ട് ഈ ഇരട്ട കുട്ടികളും വിഷനും. അപ്പോൾ അത് വാൻഡയ്ക്ക് കണ്ടു നിൽക്കാൻ പറ്റുന്നില്ല. ഈ ഹെക്സ് ഓപ്പൺ ചെയ്യുന്നത് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുന്നു. അതിനുശേഷം വളരെ ബുദ്ധിപരമായിട്ടൊരു ഫൈറ്റ് വാൻഡ ഇവിടെ വെച്ച് നടത്തുകയാണ്. അതായത് നേരത്തെ അകത്ത് തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തൊരു കാര്യം ഉണ്ടായിരുന്നു, ബേസിക് പ്രൊട്ടക്ഷൻ സ്പെൽ എന്ന് പറഞ്ഞിട്ടൊരു സ്പെല്ലുണ്ടെന്നും അത് വെച്ച് നമുക്ക് റൂൺസ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ടാക്കാമെന്നും ആ റൂൺസിൽ ആരാണോ കാസ്റ്റ് ചെയ്തത് അവരുടെ സ്പെല്ല് മാത്രമേ വർക്ക് ചെയ്യുള്ളൂ എന്നുള്ള കാര്യം അകത്ത് തന്നെയാണ് വാൻഡയോട് പറഞ്ഞു കൊടുത്തത്. എനിക്കിതൊന്നും അറിയില്ലേന്ന് ചോദിച്ച് അവിടെ വെച്ച് കളിയാക്കിയിട്ടൊക്കെ ഉണ്ടായിരുന്നു വാൻഡനെ. അപ്പോൾ ഇവിടെ വെച്ച് വാൻഡ അത് അകത്തൻ്റെ മേലെ പ്രയോഗിക്കുകയാണ്. ഈ വലിയ ഹെക്സിനെ തന്നെ ഒരു റൂൺസ് ആക്കി മാറ്റുകയാണ്. എന്നിട്ട് ഈ കെയോസ് എനർജി ആദ്യം അകത്തേക്ക് നൽകി അത് അകത്തയിൽ നിന്നും മടക്കിയെടുക്കുന്നു. അങ്ങനെയാണ് അകത്തനെ അവസാനം വാൻഡ ഇവിടെ വെച്ച് പരാജയപ്പെടുത്തുന്നത്. എന്നിട്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അകത്തനെ വീണ്ടും ആ ഒരു നെയ്ബറിന്റെ ഫോമിലേക്ക് ആക്കുന്നു. എന്നിട്ട് നിന്നെ ഈ ഹെക്സിൽ തന്നെ ഞാൻ ലോക്ക് ചെയ്യാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് അകത്തനെ അവിടെ വെച്ച് വിടുന്നുണ്ട്. അങ്ങനെ അഗത്ത ഹാർക്നെസിന്റെ ചാപ്റ്റർ ഇവിടെ വെച്ച് ക്ലോസ് ആവുകയാണ്. അങ്ങനെ ഈ അഗത്തിയിൽ നിന്ന് ഈ പവേഴ്സ് ഒക്കെ മടക്കി എടുക്കുമ്പോൾ ആകെ വാൻഡയുടെ രൂപം മാറുകയാണ്, പുതിയൊരു കോസ്റ്റ്യൂമിലേക്ക് വരുന്നു. അതായത് ഒരു ഫുൾ ബ്ലോൺ സ്കാർലറ്റ് വിച്ച് ആവുന്നു വാൻഡ. ഈ കോമിക്സിലൊക്കെ കണ്ട പോലെ നമ്മൾ കണ്ടില്ലേ, ആ മൈൻഡ് സ്റ്റോണിലേക്ക് നോക്കിയപ്പോൾ ഒരു രൂപം കണ്ടില്ലേ, ആ ഒരു രൂപത്തിലേക്ക് ആവുകയാണ്. ചില ഫാൻ തിയറീസ് ഒക്കെ പറയുന്നത് ഇപ്പോൾ ഉള്ള സ്കാർലറ്റ് വിച്ച് ഈ ടൈം ട്രാവൽ ചെയ്ത് ആ പണ്ടത്തെ കാലത്തെ വാൻഡയ്ക്ക് ഒരു മെസ്സേജ് പോലെ നൽകിയതായിരിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. ആ ഹൈഡ്രയുടെ പിടിയിൽ നിന്ന് മൈൻഡ് സ്റ്റോണിലേക്ക് നോക്കിയപ്പോൾ വാൻഡ ഇതുപോലൊരു
രൂപം കണ്ടതാണ്. ഇതേ കോസ്റ്റ്യൂമിലുള്ള ഈ സ്കാർലറ്റ് വിച്ചിൻ്റെ ഈ പുതിയ കോസ്റ്റ്യൂമിൻ്റെ രൂപം വാണ്ട പണ്ടേ കണ്ടതാണ്. അപ്പം അത് മിക്കവാറും ഇങ്ങനെ ഒരു ടൈം ട്രാവലോ, അതായത് ഫ്യൂച്ചറിലുള്ള വാണ്ട പാസ്റ്റിലുള്ള വാണ്ടയ്ക്ക് ഒരു മെസ്സേജ് നൽകിയതായിരിക്കണം. അങ്ങനെ ഒരു ഫാൻ തിയറി വന്നിട്ടുണ്ട്. അത് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല, കാരണം അങ്ങനെ വലിയൊരു പോസിബിലിറ്റി നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ വാണ്ട ശരിക്കുള്ള സ്കാർലറ്റ് വിച്ച് ആവുന്നു, ഈ കോമിക്സിലൊക്കെ ഉള്ള പോലത്തെ. ഇനി വളരെ ഒരു സെൻറ്റിമെൻ്റൽ ഒരു സീനാണ്. ആക്ച്വലി ഈ ഷോൻ്റെ ക്രിയേറ്റേഴ്സ് തന്നെ ഇത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളൊന്നും ഉദ്ദേശിക്കുന്ന പോലത്തെ ഒരു സീസൺ ഫിനാലെ ആയിരിക്കില്ല എന്നാണ് അവർ പറഞ്ഞത്. അപ്പം അത് തന്നെയാണ് ഇവിടെയും. വളരെ ഒരു സെൻറ്റിമെൻ്റൽ അപ്രോച്ചാണ്. സാധാരണ ഈ സൂപ്പർ ഹീറോ സീരീസിലൊന്നും കാണാത്ത രീതിയിലുള്ള, ഈ ഫാമിലി ഡ്രാമകളിലൊക്കെ കാണാറുള്ള പോലത്തെ വളരെ സെൻറ്റിമെൻ്റൽ ആയിട്ടുള്ളൊരു അപ്രോച്ചായിരുന്നു അവസാനം നടന്നത്. അതായത് ഹെക്സ് പെർമനൻ്റ് ആയിട്ട് അവസാനിപ്പിക്കുകയാണ് വാണ്ട. അങ്ങനെ അവസാനിപ്പിച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ വിഷനും ഈ കുട്ടികളൊക്കെ ഇല്ലാതെയാവും. അപ്പോൾ അതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് വളരെ സങ്കടത്തോടെ വാണ്ട ഈ ഹെക്സ് അവസാനിപ്പിക്കുകയാണ്. അങ്ങനെ ആൾക്കാരൊക്കെ ഈ വാണ്ടയുടെ മാജിക് സ്പെല്ലിൽ നിന്നും മോചിതരാകുന്നു. വീണ്ടും അവർ ഈ വെസ്റ്റ് വ്യൂവിൽ സാധാരണ ആൾക്കാരെ മാറുന്നു. വാണ്ട പിന്നെയും ഒറ്റയ്ക്കാവുന്നു, ആരും ഇല്ലാത്തൊരവസ്ഥയാവുന്നു വാണ്ട. അങ്ങനെ സങ്കടമുള്ളൊരു എൻഡിങ്ങിൽ അവസാനിക്കുകയാണ്. അതിനുശേഷം 2 സീനുകൾ വരുന്നുണ്ട്. അതിൽ അടുത്ത സീൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോണിക്കൻ്റെ ഒരു മിഡ് ക്രെഡിറ്റ്സ് സീനാണ്. മോണിക്കനെ ഒരാൾ കാണാൻ വരികയാണ്. ആരാന്ന് നോക്കുമ്പോൾ ഈ സ്ക്രൾസ് ഉണ്ടല്ലോ, നമ്മൾ ക്യാപ്റ്റൻ മാർവലിൽ നമ്മൾ ഇവരെ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സ്ക്രൾസ് എന്ന് പറഞ്ഞ ആൾക്കാരിനെ, അതായത് ഓരോ ആൾക്കാരുടെ രൂപമൊക്കെ ആവാൻ പറ്റുന്ന ആ ആൾക്കാർ. അപ്പോൾ അതിലൊരാളാണ് ഇവിടെ വെച്ച് കാണാൻ വരുന്നത്. എന്നിട്ട് ഒരാൾ നിന്നെ വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് മുകളിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട്. മിക്കവാറും നിക് ഫ്യൂരി തന്നെ ആയിരിക്കണം. നമ്മൾ സ്പൈഡർമാൻ്റെ അവസാനം ഇറങ്ങിയ സ്പൈഡർമാൻ്റെ മൂവിയിലാണ്, അതിൻ്റെ പോസ്റ്റ് ക്രെഡിറ്റ്സ് സീനിലാണ് നിക് ഫ്യൂരിനെ അവസാനമായിട്ട് കാണുന്നത്. അപ്പോൾ നിക് ഫ്യൂരി ഈ സ്ക്രൾസിൻ്റെ കൂടെയാണ് ഉള്ളത്. അപ്പോൾ സ്ക്രൾസിൻ്റെ കൂടെയുള്ള ഒരാൾ തന്നെ മോണിക്കനെ കാണാൻ വന്നിട്ട് നിന്നൊരാൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെ മുകളിലേക്ക് വിരൽ ചൂണ്ടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പേസിലേക്ക് തന്നെ ആയിരിക്കണം. അപ്പോൾ സ്പേസിൽ തന്നെയാണ് നിക് ഫ്യൂരി ഇപ്പോൾ ഉള്ളത് നമ്മൾ അവസാനം കാണുമ്പോൾ. മിക്കവാറും ക്യാപ്റ്റൻ അമേരിക്കൻ്റെ സെക്കൻഡ് പാർട്ടിൻ്റെ എന്തെങ്കിലും ഒരു സംഭവം ആയിരിക്കണം ഇത് എന്ന് നമ്മൾ ഇവിടെ വെച്ച് മനസ്സിലാക്കുകയാണ്. ഇനി നമ്മുടെ അവസാനത്തെ പോസ്റ്റ് ക്രെഡിറ്റ്സ് സീനാണ്. ഇതിൽ കാണിക്കുന്നത് വലിയൊരു ലേക്ക് ആണ് ആദ്യം തന്നെ കാണിക്കുന്നത്. എല്ലാവരും പറയുന്നു സൊക്കോവ ആയിരിക്കും എന്ന്. ഞങ്ങൾക്കും തോന്നുന്നു, കാരണം സൊക്കോവയിലേക്ക് മടങ്ങി പോവുകയാണ് വാണ്ട എന്ന് തോന്നുന്നു. അവിടെ വാണ്ട ഒറ്റയ്ക്കൊരു വീട്ടിൽ താമസിക്കുകയാണ്. വാണ്ട ഉള്ളിലേക്ക് പോകുന്നു വീടിൻ്റെ. അവിടെ വെച്ച് നമ്മളൊരു കാര്യം കാണുന്നത്, നമ്മൾ നേരത്തെ കണ്ടില്ലേ ആ ഒരു സ്കാർലറ്റ് വിച്ചിൻ്റെ ആ ഒരു പുതിയൊരു രൂപം, പുതിയൊരു കോസ്റ്റ്യൂമിലുള്ള ആ രൂപം. ആ രൂപം ആസ്ട്രൽ പ്രൊജക്ഷൻ വഴി ഈ ഡാർക്ക് ഹോൾഡ് വായിച്ച് പഠിക്കുന്നതാണ്. ഇതിനു മുന്നേ നമ്മൾ ആസ്ട്രൽ പ്രൊജക്ഷൻ കണ്ടത് ഡോക്ടർ സ്ട്രേഞ്ച് ചെയ്യുന്നതാണ്. ആ സീനിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്ടർ സ്ട്രേഞ്ച് കിടന്നുറങ്ങുന്നു, ഡോക്ടർ സ്ട്രേഞ്ചിൻ്റെ ഒരു ആസ്ട്രൽ പ്രൊജക്ഷൻ ആ ബുക്കുകളൊക്കെ വായിക്കുന്നു. അപ്പം അതേപോലത്തെ ഒരു സീനാണ് ഇവിടെ കാണിക്കുന്നത്. ഈ ഡാർക്ക് ഹോൾഡൊന്നും വായിക്കാണ്ട് തന്നെ ഈ സ്കാർലറ്റ് വിച്ചിൻ്റെ പവേഴ്സൊക്കെ നമുക്ക് അറിയാം. അപ്പോൾ ഇതൊക്കെ വായിച്ച് പഠിച്ചാലുള്ള അവസ്ഥ എന്താവുമെന്ന് കണ്ടു തന്നെ അറിയണം. അപ്പോൾ ഇവിടെ വെച്ച് അവസാനം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ആക്ച്വലി ഇനി വരുന്ന ഡോക്ടർ സ്ട്രേഞ്ചിൻ്റെയും സ്പൈഡർമാൻ്റെയും എല്ലാം തന്നെ ഒരു ബേസിക് കാര്യം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബില്ലിയുടെയും ഈ ടോമിയുടെയും ഒരു വോയിസ് ഇവിടെ കേൾക്കുന്നുണ്ട്. അതായത് രക്ഷിക്കൂ രക്ഷിക്കൂ എന്നുള്ളൊരു സൗണ്ടാണ് ഇവിടെ കേൾക്കുന്നത്. അപ്പോൾ ഇത് ആക്ച്വലി എവിടെ നിന്നായിരിക്കണം? ബില്ലിയും ടോമിയൊക്കെ ഇല്ലാതായി പോയല്ലോ, ഹെക്സിൻ്റെ ഉള്ളിൽ നിന്ന് ആയിരിക്കില്ല അപ്പോൾ എന്തായാലും. അപ്പോൾ ഇത് മിക്കവാറും, അതായത് വേറെ ഏതോ ഒരു റിയാലിറ്റി അല്ലെങ്കിൽ വേറെ ഏതോ ഒരു എർത്ത് നിന്നുള്ള ബില്ലിയുടെയും ടോമിയുടെയും വോയിസ് ആണ് ഇവിടെ വെച്ച് സ്കാർലറ്റ് വെച്ച് കേൾക്കുന്നത്. പുതിയ ഡോക്ടർ സ്ട്രേഞ്ച് സിനിമയുടെ പേര് തന്നെ മൾട്ടിവേഴ്സ് മാഡ്നസ് എന്നാണ്. മൾട്ടിവേഴ്സ് എന്നുള്ളൊരു കോൺസെപ്റ്റ് വന്നു കഴിഞ്ഞൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും ഒരിക്കലും മരിക്കുകയില്ല. കാരണം ഏതെങ്കിലും ഒരു റിയാലിറ്റിയിൽ എല്ലാവരും വേറൊരു രീതിയിൽ അവിടെ നിലനിൽക്കുന്നുണ്ടാവും. അപ്പോൾ ഈ മരിച്ചവരാരും പെർമനൻ്റ് ആയിട്ട് ഒരിക്കലും മരിക്കാൻ ഈ മൾട്ടിവേഴ്സ് ഉണ്ടെങ്കിൽ പറ്റില്ല. അത് വളരെ ഒരു നല്ലൊരു കാര്യമാണ്. ഈ മരിച്ച ആൾക്കാരിനെയൊക്കെ മടക്കി കൊണ്ടുവരാൻ നല്ലൊരു കോൺസെപ്റ്റാണ് ഈ മൾട്ടിവേഴ്സ്. ഒരു പക്ഷേ ഇനി അയൺമാനെയോ അതേപോലെ നമ്മുടെ ബ്ലാക്ക് വിഡോനെയൊക്കെ ചിലപ്പോൾ ഇങ്ങനെ കൊണ്ടുവന്നു എന്നും ഇരിക്കാം, പറയാൻ പറ്റില്ല. എന്തായാലും ഈ ബില്ലിയുടെയും ഈ ടോമിയുടെയും കാര്യത്തിൽ അതെന്തായാലും ഉറപ്പാണ്. വാണ്ടയുടെ മക്കളിനെ വാണ്ട എന്തായാലും രക്ഷിക്കാൻ നോക്കും. അപ്പോൾ ഈ ഒരു കാര്യം എന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കവാറും ഈ സ്കാർലറ്റ് വിച്ച് തന്നെ ആയിരിക്കും ഈ ഡോക്ടർ സ്ട്രേഞ്ചിലെ വില്ലൻ. അല്ലെങ്കിൽ ഡോക്ടർ സ്ട്രേഞ്ചിൻ്റെ സെക്കൻഡ് പാർട്ടിൽ വാണ്ടയ്ക്ക് വലിയൊരു റോൾ ഉണ്ടാവും. അത് ചിലപ്പോൾ വില്ലനായിട്ടായിരിക്കാം, അത് ചിലപ്പോൾ ഈ മൾട്ടിവേഴ്സിനൊക്കെ കോൺകർ ചെയ്യുന്ന ഒരാളോ ആയിട്ടായിരിക്കാം. എന്താണെന്ന് നമുക്ക് ഇപ്പോൾ പറയാൻ പറ്റുന്നില്ല. പക്ഷെ കോൺസെപ്റ്റ് വളരെ വ്യക്തമാണ്.
ആണ്, മൾട്ടിവേഴ്സിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ് ഇവിടെ ഈ ഒരു വോയിസിൽ നമുക്ക് കേൾക്കാൻ പറ്റുന്നത്. സെയിം കോൺസെപ്റ്റ് തന്നെയാണ് പുതിയ സ്പൈഡർമാൻ മൂവിക്കും നോ വേ ഹോം എന്നുള്ള ആ ഒരു കോൺസെപ്റ്റിലും മൾട്ടിവേഴ്സ് തന്നെ ആയിരിക്കണം. അതിൻ്റെ ചില ലക്ഷണങ്ങളൊക്കെ ഈ ഫസ്റ്റ് പോസ്റ്റർ റിലീസ് ചെയ്തതിൽ ഫാൻ തിയറീസ് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടെ ഒരു മൾട്ടിവേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു ശ്രമമാണ് മാർവലിൻ്റെ. അപ്പോൾ അതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ളൊരു കാര്യമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അങ്ങനെ ആ ഒരു സീനോട് കൂടി നമ്മുടെ ഫസ്റ്റ് സീസൺ ഇവിടെ അവസാനിക്കുകയാണ്. ഒരുപാട് പ്രതീക്ഷിച്ച സീസൺ ഫിനാലെ, എന്നാൽ വളരെ വ്യത്യസ്തമായ ഒരു ട്രീറ്റ്മെൻറ്റിലൂടെ ഒന്നും തന്നെ ഫുള്ളായിട്ട് ഒരു സ്പൂൺ ഫീഡിങ് പോലെ നമുക്ക് പറഞ്ഞു തരാതെ അവിടെയും ഇവിടെയും ഈ തൊടാതെ തന്നെ ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുകയാണ് ഓരോ കാര്യങ്ങൾ. എന്തായാലും ഫാൻ തിയറീസ് ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് ഇതൊരു ചാകര എന്ന് തന്നെ പറയാം. ഒരുപാട് ഫാൻ തിയറീസ് തലങ്ങും വെല്ലങ്ങും വരുന്നുണ്ട്. എന്ത് വിശ്വസിക്കണം, എന്ത് ശരിയാവും, എന്ത് തെറ്റാവുമെന്ന് പോലും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ അതൊക്കെ ശരിയായി വരട്ടെ, നമുക്ക് കാത്തിരുന്നേ പറ്റൂ അതിനൊക്കെ. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി ഇതുപോലെ ഏത് സീരീസാണ് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അത് താഴെ കമൻറ്റ് ചെയ്യുക, നമ്മളത് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ ഇനി ഇതുപോലെ നല്ലൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ ബൈ.